വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം. ഈ വാക്കുകളിൽ നാം എല്ലാം വലിയ പ്രതീക്ഷയിലാണ്. കാരണം കേരളം സാധ്യതകളുടെ വലിയൊരു തുരുത്താണ്. ഓരോ വർഷവും സ്കൂൾ ശാസ്ത്രമേളകളിലും പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ ടെക്നിക്കൽ ഫീൽഡുകളിലുള്ള ബാച്ചുകളിൽ നിന്നും ചെറുതും വലുതുമായ ഒരുപാട് വ്യത്യസ്തങ്ങളായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന നാട്. ഇത്തരം കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിർമ്മിച്ച് ഇന്ത്യൻ വിപണിയിലും പോർട്ടുകളും ഇന്റർനാഷണൽ എയർപോർട്ടുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദേശത്തേക്കും കയറ്റി അയക്കാനും സാധിക്കുമെങ്കിൽ ഒരുപാട് പുതിയ നിർമ്മാണ യൂണിറ്റുകളും അതിലൂടെ വമ്പൻ കമ്പനികളും കേരളത്തിൽ രൂപപ്പെട്ടേക്കാം. 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള നാടാണ്. ഒരു വശം നീണ്ടുപരന്നു കിടക്കുന്ന കടലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതമുള്ള പോർട്ടുകളും നമുക്കുണ്ട്. ലോകത്തെ ഉൽപാദന കയറ്റുമതി രാജ്യങ്ങളുടെ വിജയങ്ങളുടെ വേരുകൾ തേടിയ സ്റ്റാർട്ടപ്പുകൾക്ക് അവർ നൽകിയ പരിഗണനയും സപ്പോർട്ടുകളും തിരിച്ചറിയാം. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന 20-25 വയസ്സ് പ്രായം മറ്റുള്ളവരെക്കാൾ സ്വതന്ത്രമായി ചിന്തിക്കാനും ചുറുചുറുക്കോടെ പദ്ധതികൾ നടപ്പിലാക്കാനും കരുത്തുമുള്ള യുവാക്കളാണല്ലോ. അവർക്ക് 5 വർഷത്തേക്കെങ്കിലും തിരിച്ചടവ് നീട്ടിക്കിട്ടുന്ന അല്ലെങ്കിൽ പലിശ രഹിത വായ്പാ പദ്ധതികളിലൂടെ സാമ്പത്തികമായും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളുടെ വേഗതയേറിയ നടപടിക്രമങ്ങളിലൂടെ സപ്പോർട്ടും ലഭിക്കുകയാണെങ്കിൽ ലോക വിപണിയിൽ പോലും ഇടപെടാൻ സാധിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടേക്കാം. എയർപോർട്ടുകളും സീപോർട്ടുകളും കേന്ദ്രീകരിച്ച് കാർഗോ കമ്പനികൾക്ക് സാധ്യതകൾ കൂടിയേക്കാം. അതിലൂടെയുള്ള ജോലികളും. പണ്ട് കറുത്ത പൊന്ന് തേടി വാസ്കോഡഗാമ കേരളം തേടി വന്നതുപോലെ കേരളത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ എക്സ്പോ സന്ദർശിക്കാൻ ദുബായ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന എക്സ്പോകൾക്ക് ലോകം ഒഴുകി വരുന്നതുപോലെ കേരളത്തിലും വിദേശികൾ വന്നിറങ്ങിയേക്കാം. അത് ടൂറിസം, വിദേശ നിക്ഷേപം പോലുള്ളവയെ ഉത്തേജിപ്പിച്ചേക്കാം. യുവാക്കൾ ഇങ്ങനെ തിരക്കിലാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് വലിയ ഭീഷണിയായ ലഹരിയുടെ പിടിയിൽ നിന്നും അവരെയും സമൂഹത്തെയും രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം. കേരളത്തിൽ തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നതിലൂടെ വരും തലമുറകൾക്കെങ്കിലും ജോലി തേടി വിദേശത്ത് പോവാതെ സ്വന്തം നാട്ടിൽ ജീവിക്കാം. ഇതിനെല്ലാം സർക്കാരിന്റെ പക്ഷത്തു നിന്നും വായനയും ലോകവിവരവും നല്ല മിഷനും വിഷനും അതിലേറെ പ്രതീക്ഷ പകരാനും സാധിക്കുന്ന നേതൃത്വത്തിന്റെ വലിയ സപ്പോർട്ട് ആവശ്യമാണ്. ദുബായ് നിർമ്മിക്കപ്പെട്ടതും മരുഭൂമി നോക്കി സ്വപ്നങ്ങൾ കണ്ട ഭരണ നേതൃത്വങ്ങളിലൂടെയാണല്ലോ. അന്നും പലരും കളിയാക്കി ചിരിച്ചിട്ടുണ്ടാവാം.